സൈപ്രസ് ദ്വീപിൽ 3.5 നൂറ്റാണ്ടിന് ശേഷം ലത്തീൻ മെത്രാന്റെ സ്ഥാനാരോഹണം നടന്നു. വിശുദ്ധനാടിന്റെ ഉത്തരവാദിത്തമുള്ള ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസപ്പലയിൽ നിന്ന് കപ്പുച്ചിൻ സമൂഹാംഗമായ മോൺസിഞ്ഞോർ ബ്രൂണോ വാരിയോനെയാണ് അഭിഷിക്തനായത്. ഫിലോക്സീനിയ കോൺഫറൻസ് സെന്ററിലായിരുന്നു സ്ഥാനാരോഹണം. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീറ്റിന് കീഴിലാണ് സൈപ്രസ് ഉൾപ്പെടെ 5 വികാരിയത്തുകളുള്ളത്. സൈപ്രസ് ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് 340 വർഷം മുൻപാണ് മരിച്ചത്. ഇതിനുശേഷം ജെറുസലേം പാത്രിയാർക്കീറ്റിൽ നിന്ന് നേരിട്ടായിരുന്നു മേൽനോട്ടം. ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് വിടവാങ്ങി 340 വർഷങ്ങൾക്ക് ശേഷമുള്ള ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും ജെറുസലേം ലത്തീൻ പാത്രിയാർക്കീസിന് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബല്ല പറഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവരിൽ ഭൂരിപക്ഷവും ഓർത്തഡോക്സ് ക്രൈസ്തവരാണ്. ആകെ 10,000 വരുന്ന കത്തോലിക്ക വിശ്വാസികളിലേറെയും പൗരസ്ത്യ സഭയായ മാരോണൈറ്റ് സഭാംഗങ്ങളാണ്. ശേഷിക്കുന്നവർ ലത്തീൻ സഭാംഗങ്ങളാണ്. 1192 സൈപ്രസിലെ ലത്തീൻ കത്തോലിക്കരുടെ സാന്നിധ്യത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1196 ദ്വീപിന്റെ ഇപ്പോഴത്തെ തലസ്ഥാനമായ നിക്കോസിയയിൽ ലാറ്റിൻ ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റു. ഒട്ടോമൻ തുർക്കികൾ സൈപ്രസ് കീഴടക്കുന്നതുവരെ വിവിധ ബിഷപ്പുമാർ ഇവിടെ സേവനം ചെയ്തിരുന്നു. പോർച്ചുഗലിൽ നിന്നുള്ള കർദിനാൾ മാനുവൽ ആൽവസ് അഗ്യുവാർ, ബ്രസീലിലെ സാവോ പോളോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒഡിലോ പെഡ്രോ ഷെറർ, ജോർദാനിലേക്കും സൈപ്രസിലേക്കും അപ്പസ്തോലിക് ന്യൂൻഷോ മോൺസിഞ്ഞോർ ജിയോവാനി പിയഡ്രോ ഡാൽ ഡോസോ എന്നിവരെ കൂടാതെ 40 ബിഷപ്പുമാർ, 100 കണക്കിന് വൈദികരും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു.